ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് എടുക്കുന്നത് എജോഡിസം ജനറസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ വരുന്നൊരു ഭാഗമാണ്. സെക്കൻഡറി റൂൾസിൻ്റെ ഒരു ഭാഗമാണ് എജോഡിസം ജനറസ്. അപ്പോൾ എന്താണ് എജോഡിസം ജനറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കൈൻഡ് അല്ലെങ്കിൽ സെയിം സ്പീഷ്യസ്, ഒരുപോലത്തെ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കേസ് പറഞ്ഞിട്ട് അതെന്താണെന്ന് ഒരിക്കൽ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. രത്തൻ സി ഹർജി വേഴ്സസ് എംബറർ എന്ന് പറഞ്ഞൊരു കേസിൽ അക്കോർഡിംഗ് ടു ബോംബെ മുനിസിപ്പൽ ആക്ട് പ്രകാരം ഒരാള് അല്ലെങ്കിൽ എനി പേഴ്സൺ മിൽക്ക് ഓർ ബട്ടർ ഓർ അതർ പ്രോഡക്ട്സ്, മിൽക്ക് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ അതർ മിൽക്ക് പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരാൾ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്ത് ലൈസൻസ് നേടിയെടുത്തതിന് ശേഷം മാത്രമേ മിൽക്ക് അല്ലെങ്കിൽ ബട്ടർ വിൽക്കാൻ പാടുള്ളൂ. ഈ പറയുന്ന രത്തൻ സി ഹർജി എന്ന് പറഞ്ഞ ഒരാൾ ഗീ ആണ് വിറ്റത്, സെയിൽ നടത്തിയത്. അയാൾ ഒരു കട ഉണ്ടായിരുന്ന അയാൾ എന്ത് ചെയ്തു, ഗീ ആണ് ഇവിടെ ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കോടതി ചോദിച്ചു, ഈ പറയുന്ന അതർ പ്രോഡക്റ്റിനകത്ത് ഗീ ഉൾപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ കോടതി ഇതിൻ്റെ കണ്ടെത്തലായിട്ട് പറഞ്ഞിരിക്കുന്നത് മിൽക്കും ബട്ടറും എന്ന് പറയുന്നത് പെട്ടെന്ന് ഡീക്കേ ആവാനുള്ള രണ്ട് പ്രോഡക്റ്റാണ്, പെട്ടെന്ന് അത് ചീത്തായിപ്പോവും. പക്ഷെ ഗീ അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് ഇത് സെയിം കൈൻഡിൽ വരുന്ന ഒരു സാധനമല്ല എന്നുള്ളതാണ് ഈ കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം എജോഡിസം ജനറിസ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിം കൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം സ്പീഷ്യസ് എന്നുള്ളതാണ് എജോഡിസം ജനറിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിലൊരു കേസ് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു ബോംബെ മുനിസിപ്പൽ ആക്ട് പ്രകാരം പാലോ ബട്ടറോ അല്ലെങ്കിൽ അതർ മിൽക്ക് പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരാൾ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രോഡക്റ്റൊക്കെ വിൽക്കാൻ പാടുള്ളൂ എന്ന് നിയമം അനുശാസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രത്തൻ സി ഹർജി എന്ത് ചെയ്തു, ഗീ ആണ് അദ്ദേഹം വിറ്റത്. അപ്പോൾ കോടതി പറഞ്ഞു, ഗീ എന്ന് പറയുന്നത് ഈ സെയിം കൈൻഡിൽ വരുന്നതല്ല, അല്ലെങ്കിൽ മിൽക്ക് ബട്ടർ അതർ മിൽക്ക് പ്രോഡക്റ്റിനകത്ത് വരുന്നതല്ല. കാരണം മിൽക്കും ബട്ടറും പെട്ടെന്ന് ചീത്താവാനുള്ളതാണ്, പക്ഷെ ഗീ എന്ന് പറയുന്നത് പെട്ടെന്ന് ഡീക്കി ആവില്ല. അതുകൊണ്ട് ഈ സെയിം കൈൻഡിൽ വരുന്ന ഒരു സാധനമല്ല എന്നുള്ളതാണ് കോടതി ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.